വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. പാലില്ലെങ്കിൽ പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഞാൻ നോർമൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല ഫൈനായിട്ട് പൊടിച്ച ഏലക്കാപ്പൊടി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുണ്ട് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 സ്പൂണോളം പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊരല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കളറ് ചേർത്ത് കൊടുക്കാം. ഫുഡ് കളറ് ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ കളറാണ് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പിസ്തയുടെ എസൻസോ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ എസൻസോ ഒക്കെ ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമെന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കളറ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഫ്ലേവർ ഒന്നും ഇല്ല. അപ്പോൾ ഇത് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലിങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിയ സീഡ്സ് ഇല്ലേ, അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയില്ലേ, കസ്കസ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസാണ് ഇടുന്നത്. അതിട്ടിട്ട് നമുക്ക് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല തണുപ്പിച്ചിട്ട് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് കൊടുക്കാനും പറ്റും. ഇതേപോലെ ഒരു ചെറിയ കളർ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.